ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് അദ്വൈത. സർ, എൻ്റെ ചോദ്യം സാറിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചും സാർ യൂസ് ചെയ്ത സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോ? ഓക്കെ, ഇരിക്കും. എന്താണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മാത്രം ഒരു സംഭവം മാത്രം പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോ ആളുടെയും യാത്ര വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം ഈ പരീക്ഷ, നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ കാണിച്ചാൽ ഇന്ത്യക്കാരെല്ലാത്തിനും ഇങ്ങനെയാണ് കാണിക്കുക, യെസ് എന്നും നോ എല്ലാം ഇങ്ങനെയാണ് എന്നാണ് പറയാറ്. മാസ്കും കൂടെ ഇട്ടോ നമുക്ക് ഈ എക്സ്പ്രഷനും കാണാൻ പറ്റില്ല. അപ്പോൾ തലയാട്ടിയാൽ നമുക്ക് ഒരു പിടിയും കിട്ടില്ല. നോക്കിയിട്ടുണ്ടോ ഇല്ലയോ സിലബസ്? നോക്കിയിട്ടുണ്ട് സർ. നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ മനസ്സിലായത്? എത്ര ദൂരം പോകാനുണ്ടെന്നാണ് തോന്നിയത്? അത് പറയാൻ എന്താ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഞാൻ CA പഠിക്കുകയാണ് സർ. ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുകയാണ്. അപ്പം അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ടാണ്. BCom MCom ചെയ്തോ? ഇല്ല സർ, ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം, ഇക്കണോമിക്സ്, ഇന്ത്യൻ പോളിറ്റി ഇത് ഒക്കെ ഫ്രഷായിട്ട് പഠിച്ച് തുടങ്ങേണ്ടി വരും അല്ലേ? അത് കുറച്ച് എക്സ്പോഷർ ഉണ്ടോ? ഇല്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? 11ൽ പഠിച്ച ഓർമ്മയുണ്ടോ? 12ൽ അത് ഓർമ്മയുണ്ടോ? ശരി. അപ്പോൾ ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ അവനവൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടി അവനവനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. എൻ്റെ സ്ട്രാറ്റജി കേട്ടിട്ട് കുട്ടിക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ലോ ബാക്ക്ഗ്രൗണ്ടായിരുന്നു. ലോ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല ഏരിയ. ഞാൻ ഒരുപക്ഷെ സയൻസ് കുറച്ചുകൂടെ നോക്കേണ്ടി വരാം. പക്ഷേ സയൻസും ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് വന്നതുകൊണ്ട് സയൻസിന് എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആകെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ശരിക്കും കുറച്ച് വീക്കായിട്ട് ഉണ്ടാവാൻ സാധ്യത. കാരണം കണക്ക് എക്സ്പോഷർ 10ന് ശേഷം എനിക്കില്ല. അപ്പോൾ അതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി ആയിരിക്കില്ല യൂസ്ഫുൾ ആവുക. സോ ഏത് വ്യക്തിക്കും അവനവൻ്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി, ഒരു പാത്ത് ഉണ്ടാക്കാൻ സാധിക്കണം. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പഴയ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും എടുത്ത് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെയാണ് എത്തേണ്ടത് എന്നൊരു ഐഡിയ കിട്ടും. എന്നിട്ട് പിന്നെന്താ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാം. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ മേലെ ആവാൻ സാധ്യത വളരെ കുറവാണ്. മിക്കവാറും അതിൻ്റെ താഴെയാണ്. ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇക്കാലത്ത് അതിബുദ്ധിമാന്മാരും ബുദ്ധിമതികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പരീക്ഷയുടെ സ്റ്റാൻഡേർഡൊക്കെ വളരെ താഴ്ന്ന് തോന്നിയാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ അറിവ് കുറയ്ക്കുകയൊന്നും വേണ്ട. നിങ്ങൾ അതുപോലെ അങ്ങ് പോയി എഴുതി വെച്ചാൽ മതി. പക്ഷേ നിങ്ങൾ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഏതൊക്കെ രീതിയിലാണെന്ന് മനസ്സിലാക്കണം. ഇക്കണോമിക്സിലാണോ, ഫിസിക്സിലാണോ, മാത്സ്, വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടുന്ന സ്ട്രാറ്റജിയും ടൈം ടേബിളും ഒക്കെയാണ് നിങ്ങൾ ഡിവൈസ് ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2, നിങ്ങളിപ്പോൾ വേറെ കോഴ്സ് ചെയ്യുന്നുണ്ടോ, അതോ ഫുൾ ടൈം ഇതിലേക്ക് നിൽക്കുകയാണോ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അനുസരിച്ചിരിക്കും പിന്നെ അടുത്ത സ്ട്രാറ്റജി. നിങ്ങൾ വേറെ ചിലപ്പോൾ PhD അങ്ങനെ പലതും ചെയ്യുന്നുണ്ടാവും. ഓരോരുത്തരുടെയും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ചിലർ കല്യാണം കഴിഞ്ഞിട്ട് എഴുതുന്നവരുണ്ട്. കുട്ടിയായതിനു ശേഷം എഴുതി കിട്ടിയ പലരുമുണ്ട്. അപ്പോൾ ആ കുട്ടിയും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. കുട്ടിയെ വെച്ചുകൊണ്ട് എങ്ങനെ സമയം മാനേജ് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് എ കസ്റ്റമൈസ് സ്ട്രാറ്റജി ഫോർ ഈച്ച് പേഴ്സൺ അല്ലേ? ആൻഡ് സ്ട്രാറ്റജിയിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പെർസിവറൻസ് ആണ്. പെർസിവറൻസിന് ഏത് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്താലും അതിനകത്ത് മുഖ്യമായ സെൻട്രലായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഈ പെർസിവറൻസും സെൽഫ് കോൺഫിഡൻസും ഇത് ഒലയ്ക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ടെസ്റ്റുകൾ എഴുതുമ്പോൾ, ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞു പോവാം. ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി വരാം. ചിലരെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ കല്യാണം പറഞ്ഞപ്പോഴും ചിലർ വീട്ടിൽ നിന്ന് ഇതിൻ്റെ ഇടയെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമങ്ങൾ വരാം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഇതിൻ്റെ ഇടയിൽ പ്രേമിച്ച് നടക്കുന്നവരുണ്ടാവും. പ്രേമം പൊട്ടിപ്പോവാം. അതിൻ്റെ വിഷമങ്ങൾ ഒരു വഴിക്കുണ്ടാവും. സോ ഇതൊക്കെ വളരെ ലൈവ്ലി ആയിട്ട് പല കാര്യങ്ങളും നടക്കുന്ന, കാരണം ഈ പരീക്ഷ എഴുതുന്നു എന്ന് വിചാരിച്ച് ഈ ലോകത്ത് നടക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും സ്തംഭിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ നടക്കും. ഇതെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിലും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോക്കസ് ഈ പരീക്ഷയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു സാധനവും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇതിനൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവാൻ നിന്നു കൊടുക്കുകയില്ല. കാരണം ഇത് ഇപ്പോഴേ പറ്റുള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും പിന്നെ നടക്കും.
ഇതിപ്പോൾ ഈ ഒരു 1-2 വർഷം ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളിതിന് നിന്നാൽ നിങ്ങൾക്ക് ഇത് കടക്കാം. ഇത് കടന്നു കഴിഞ്ഞാൽ ലൈഫിൽ വേറൊരു വ്യത്യസ്തമായ ഒരു സാധനം. ആ കഥ ഞാൻ പറയുന്നില്ല. കാരണം ഇത് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മുൻവർഷങ്ങളിൽ എഴുതി കിട്ടിയവരും ചിലർ കാണുമ്പോൾ അവർ പറഞ്ഞ ഒരു സമയമുണ്ട്. അന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി മുമ്പത്തെ പഴയ സിവിൽ സർവൻസ് ആണ്, അവരൊക്കെ പണ്ട് ഇൻ്റർവ്യൂക്ക് പോകുന്നതും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോകുന്ന ട്രെയിനിലാണ്. അന്ന് എല്ലാവരും ഫ്ലൈറ്റിലൊന്നും അല്ലല്ലോ. അപ്പോൾ ട്രെയിനിൽ അങ്ങോട്ടേക്ക് പോകുന്നു, ഇൻ്റർവ്യൂ ഒക്കെ കഴിയുന്നു, പിന്നെ മെഡിക്കൽ ടെസ്റ്റോ അതൊക്കെ തീർത്തിട്ടേ അവർ വരുള്ളൂ. റിസൾട്ടൊക്കെ ഏതാണ്ടായി കഴിയുമ്പോഴേ അവർ തിരിച്ചു വരുള്ളൂ. ഡൽഹി അവിടെ പോയി താമസിച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ പറയും ഈ ട്രെയിനിൽ അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ ഒരുമിച്ചാണ്, പക്ഷെ പോകുന്ന ആളല്ല തിരിച്ചു വരിക എന്ന്. പോകുന്ന ആളല്ല തിരിച്ചു വരിക, അത് ആ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് പോവാണ്. റിസൾട്ടും കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ആള് കംപ്ലീറ്റ് മാറിയിട്ടാണ് വരാന്ന്. ജീവിതം മാറ്റിമറിക്കുന്ന ഒരു യാത്ര എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഓവർനൈറ്റ് ഒരു വ്യത്യാസം വരും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നു, നിങ്ങൾ വലിയ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? പേരൻ്റെ അറ്റത്ത് IAS എന്ന് വെച്ചുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, അല്ലേ? ബേസിക്കലി ഈ ഒരു എക്സാമിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷണൽ വാല്യൂ കൂടെ മനസ്സിലാക്കണം. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷണൽ വാല്യൂ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. അതിനെ ഒരു നമ്മളതിനെ വലിയ ഭൗതികമായിട്ട് അപഗ്രഥനമൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് സീ ഇറ്റ് വെരി പോസിറ്റീവ്ലി. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഷുഡ് ബി ഡിസൈൻഡ് ഫോർ വാട്ട്? ഫോർ അച്ചീവിങ് ദാറ്റ്, ഫോർ ക്രോസിങ് ദാറ്റ് റൂബിക്കോൺ. ആ എക്സാം കടക്കാനോ അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വാതിൽ തുറന്നു കിട്ടുന്ന എന്തൊക്കെയോ നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ചാൻസിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്. അതിലേക്ക് വേണ്ടുന്ന നിങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻ്റെ ടൈം ടേബിളോ എൻ്റെ സ്ട്രാറ്റജിയോ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. കാരണം ഒന്നാമത് ഞാൻ 2007 ബാച്ചാണ്. അപ്പോൾ അന്ന് 2 ഓപ്ഷണൽ സബ്ജക്റ്റ് എഴുതണം. ഇന്ന് വളരെ എളുപ്പമാണ് ഇൻ ദാറ്റ് സെൻസ്. കാരണം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിച്ചാൽ മതി. നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്ത് അതേ സബ്ജക്റ്റിൽ തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും പണി കുറഞ്ഞു. പിന്നെ നിങ്ങൾ GS ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. GSനകത്ത് വരുന്ന ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയാണ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വലിയ തലപോകുന്ന ഒരു സ്ട്രാറ്റജി ഒന്നും ഉണ്ടാക്കാനും ഇല്ല. ശരിക്കും നിങ്ങൾ പഠിക്കുക, വേറൊന്നുമില്ല. നിങ്ങളുടെ സമയവും നിങ്ങളുടെ നിലവിലുള്ള അറിവിൻ്റെ നിലവാരവും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്.